ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം 6000-ന് മുകളിൽ വ്യൂസ് കിട്ടിയ ഒരു വീഡിയോയാണ് അഭിജിത്ത് മുഹൂർത്തത്തെ പറ്റിയുള്ള ഈ ഷോർട്ട് വീഡിയോ. ഈ വീഡിയോയ്ക്ക് വന്ന ഒരു കമൻറ്റാണിത്. ഓരോ കള്ളത്തരവുമായി ഓരോന്ന് ഇറങ്ങിക്കോളും. അത് കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം ആ സഹോദരിയോട് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അഭിജിത്ത് നക്ഷത്രത്തെപ്പറ്റിയും അഭിജിത്ത് മുഹൂർത്തത്തെപ്പറ്റിയും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് നല്ല ഫലങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ ഏറ്റവും നല്ല ഒരു സമയമാണ് അഭിജിത്ത് മുഹൂർത്തം. കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്കാർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഈ ഒരു വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായാൽ അത് ഏറ്റവും വലിയ കാര്യമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. ഏറ്റവും ശുഭകരമായ ഒരു സമയമാണ്. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു വളരെ ശുഭകരമായ ഒരു സമയമാണ്. ഒരുപാട് പ്രാർത്ഥനകളൊന്നുമില്ലാതെ തന്നെ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. മറ്റുള്ളവർക്ക് ഗുണപ്പെടാൻ വേണ്ടി ഞാൻ ചെയ്ത ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോയ്ക്ക് 6000-ന് മുകളിൽ വ്യൂസ് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഈ കമൻ്റ് ഇട്ട സഹോദരിക്ക് എന്ത് കള്ളത്തരമാണ് ഞാൻ ഈ പറഞ്ഞതിൽ തോന്നിയത് എന്നറിയില്ല. ചിലപ്പോൾ സഹോദരിക്ക് എന്തെങ്കിലും മോശം കാര്യങ്ങൾ ഈ അഭിജിത്ത് മുഹൂർത്തത്തിൽ സംഭവിച്ചു കാണുമായിരിക്കാം. അത് ദൈവാധീനം എന്ന് പറയുന്ന ഒരു കാര്യം വേണമെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധമാക്കി വെക്കണം. ആ മനസ്സ് ശുദ്ധമാക്കി വെച്ചാൽ മാത്രമേ നമുക്ക് ദൈവാധീനവും ദൈവത്തിൻ്റെ സ്നേഹവും ഒക്കെ അനുഭവിക്കാനുള്ള യോഗം കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സ് ശുദ്ധമാക്കി വെക്കുക, നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക. എല്ലാ കാര്യങ്ങളിലും ഇതുപോലെ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴാണ് നമ്മളുടെ കാര്യങ്ങൾ നടക്കാതിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രപഞ്ചത്തെ സ്നേഹിക്കുക, പ്രപഞ്ചശക്തിയെ സ്നേഹിക്കുക, എല്ലാവരോടും സ്നേഹമായിട്ടും കരുതലോടും കൂടി പെരുമാറുക. ഒരു വാക്കുകൊണ്ട് പോലും, ഇതുപോലെയുള്ള കമൻ്റ് ആണെങ്കിൽ പോലും വാക്കുകൊണ്ട് പോലും മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക. ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവം ചെയ്യാതിരിക്കുക. അപ്പോൾ സഹോദരി മായയോട് എനിക്ക് ഈ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇനി ഇതുപോലെ ആര് നെഗറ്റീവ് ഇട്ടാലും ഒരു റിയാക്ഷൻ കണ്ടൻ്റ് ആക്കുന്നതായിരിക്കില്ല. ഇത് ഒരു ഡിവോഷണൽ കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യാനുള്ള ഒരു ചാനലായിട്ടാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. ഈ ചാനലിൽ ദൈവിക ചിന്തകളും അതുപോലെ തന്നെ ഡിവോഷണൽ സോങ്ങുകളും ഒക്കെയാണ് ഇടാറുള്ളത്. പല ഫാമിലി വ്ളോഗുകളിലും ഉള്ളതുപോലെ മറ്റുള്ളവരുടെ കുറ്റവും കുറവും ലൈവിൽ വന്നിരുന്ന് പ്രസംഗിക്കുകയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഈ ചാനലിൽ സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണോ കാണുന്നവർക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നത് എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ ചാനലിൽ അങ്ങനെയുള്ള കണ്ടൻറ്റുകളൊന്നും കാണില്ല. സഹോദരി മായയ്ക്ക് മറ്റു കണ്ടൻറ്റുകളാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കണ്ടൻറ്റുകൾ ചെയ്യുന്ന ഒരുപാട് വീഡിയോകൾ നമ്മുടെ യൂട്യൂബിലുണ്ട്. അത് സെർച്ച് ചെയ്യുക.